അങ്ങനെയാണ് ജീമൻ ജേക്കബ്, അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാൻ പോലും ഡി എം കെക്ക് ആകാതെ പോയോ? നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡി എം കെയുടെ നേതൃത്വത്തിനിടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പല സ്പ്ലിറ്റുകൾ ഇതിനോടകം തന്നെ ഡി എം കെക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്, അത് നമുക്കറിയാം. ഈ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ പോലും ഇടപെടാൻ കഴിയാത്തൊരു ശക്തിയായി ഡി എം കെ മാറിയോ? ഡി എം കെയെ സംബന്ധിച്ചിടത്തോളം അണ്ണാ ഡി എം കെയെ കുഴിച്ചു മൂടുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ അജണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് കഴിയാതെ പോയത് എപ്പോഴും അമ്മയുടെ ഒരു വലിയ പ്രതിച്ഛായയിലായിരുന്നു, തണലിലായിരുന്നു അണ്ണാ ഡി എം കെ ശക്തമായി നിലകൊണ്ടത് എന്നുള്ളതാണ്. അവരുടെ പോപ്പുലാരിറ്റി, അവരുടെ ജനപ്രീതിയും അതോടൊപ്പം തന്നെ അവരുടെ പൊളിറ്റിക്കൽ ഷൂഡ്നെസ് ഡി എം കെക്ക്. പനീർശെൽവം സംസാരിക്കുകയാണ്, അതിലേക്ക് പോയ ശേഷം എത്താം. പനീർശെൽവം സംസാരിക്കുകയാണ്. പൊന്മനച്ചെമ്മൽ പുരட்சி தலைவர் எம்ஜிஆர் அவர்களால் துவக்கப்பட்டு അതിലേക്ക് പോകാം. പനീർശെൽവം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഈ ഒരു വിധി വന്നതിന് ശേഷം ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ അതിലേക്ക് പോകാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പനീർശെൽവം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഒരു ഇടവേളയിലേക്ക് പോകുകയാണ്. ഏതായാലും 5 മണിക്ക് മുൻപായി തന്നെ കീഴടങ്ങണമെന്ന നിർദ്ദേശമാണ് ശശികലയ്ക്ക് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ അങ്ങനെ ഇല്ല എങ്കിൽ ഒരു അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ചർച്ച തുടരും. അല്പസമയത്തിനകം സോമി ജോയിൻ ചെയ്യുന്നതാണ്. തിരികെ വാർത്തയിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശശികലയ്ക്ക് തിരിച്ചടി, 4 വർഷം തടവും 10 കോടി രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. ശശികലയ്ക്കൊപ്പം മറ്റു പ്രതികളായ VN സുധാകരൻ, ഇളവരശി എന്നിവർക്കും ഇതേ ശിക്ഷ തന്നെ വിധിച്ചു. വിചാരണ കോടതി വിധി അസാധുവാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദു ചെയ്തു. ശശികല വിചാരണ കോടതിക്ക് മുൻപാകെ കീഴടങ്ങണമെന്ന് കോടതി. ശശികലയ്ക്ക് 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ആകില്ല. തമിഴകം കേന്ദ്രീകരിച്ച് ഇപ്പോൾ നിലവിൽ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പനീർശെൽവം ക്യാമ്പിലേക്ക് കൂടുതൽ MLA-മാർ പിന്തുണ അറിയിച്ച് വരുന്നു. ഒപ്പം തന്നെ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള യോഗങ്ങളും പുരോഗമിക്കുകയാണ്. ജയലളിതയുടെ അനന്തരവൻ ദീപക്കിനെയാണ് ശശികല മുന്നോട്ട് കൊണ്ടുവരും എന്ന തരത്തിലുള്ള സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നു. ഇപ്പോൾ മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, രാഷ്ട്രീയ ലോകം കാത്തിരുന്ന ഒരു വിധി കൂടിയാണ്. തമിഴകത്തെ ശ്രദ്ധിച്ചാൽ ഏറ്റവും നിർണായകമായ ഒരു വിധി. ശശികലയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കുന്നു. എങ്ങനെയാണ് ഈ വിധിയെ നോക്കിക്കാണേണ്ടത്? വളരെ നിർണായകമായ വിധിയിൽ ശശികലയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അടഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 3 പേരെയാണ് ശശികല നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ആലോചനകൾ ഇപ്പോൾ നടത്തുന്നത് എന്നാണ് അറിയുന്നത്. ഈ ജയലളിതയുടെ അനന്തരവൻ ദീപക്, അതോടൊപ്പം എടപ്പാളി പളനിസ്വാമി, AK സെങ്കോട്ടൻ എന്നീ 3 പേരുടെ പേരാണ് പരിഗണിക്കുന്നത്. ഇവരിൽ ആരെയെങ്കിലും നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വീണ്ടും ഒരു ആലോചന തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ ബംഗളൂരു കോടതി മുമ്പാകെ ശശികല കീഴടങ്ങേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ്. ശശികലയുടെ മറ്റു ബന്ധുമിത്രാദികളൊക്കെ ഈ റിസോർട്ടിലുണ്ട് എന്നാണ് അറിയുന്നത്. ഈ MLA-മാരോട് എത്രയും വേഗം റിസോർട്ടിന് പുറത്തേക്ക് പോകണം എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 4 തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾ ഇപ്പോൾ IG-മാരുടെ നേതൃത്വത്തിൽ റിസോർട്ടിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ MLA-മാർ എത്രയും വേഗം ഒഴിഞ്ഞതിന് ശേഷം കോടതി മുമ്പാകെ കീഴടങ്ങുമോ എന്ന് ശശികല വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ, ചില IPS ഉദ്യോഗസ്ഥരൊക്കെ മാധ്യമങ്ങൾ മുമ്പാകെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ വിധിന്യായം പൂർണ്ണമായി ലഭ്യമായ ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ സമയം നീട്ടിക്കിട്ടുമോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആരായാൻ സംസ്ഥാന സർക്കാർ അഭിഭാഷകർ സുപ്രീം കോടതിയും സമീപിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇനി കോടതി ഇന്ന് തന്നെ ഒരു നിലപാട് അറിയിക്കുമോ എന്നതും ഇനി അറിയേണ്ടത് മാത്രമാണ്. അതേസമയം ഇതിനിടയിൽ DMK നേതാക്കളും ചില സുപ്രധാനമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് തന്നെ സർക്കാർ രൂപീകരണത്തിന് ഗവർണർ ക്ഷണിക്കണമെന്നാണ് വർക്കിംഗ് പ്രസിഡന്റ് MK സ്റ്റാലിൻ മാധ്യമങ്ങൾ മുമ്പാകെ അറിയിച്ചത്. പിൻവാതിലൂടെ ഒരു നീക്കം നടത്തില്ലെന്നും MK സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. ഗവർണർക്ക് മുമ്പാകെ ഇനി 3 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, ഇപ്പോൾ തന്നെ നിലവിലെ മുഖ്യമന്ത്രിയായ പനീർസെൽവത്തോട് ഭൂരിപക്ഷം തെളിയിക്കാൻ ക്ഷണിച്ചുകൊണ്ടൊരു നിർദ്ദേശം ഗവർണർക്ക് വയ്ക്കാം. അല്ലെങ്കിൽ നേരത്തെ തന്നെ ശശികല നൽകിയിട്ടുള്ളത് പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ഒപ്പടങ്ങിയ സമ്മതപത്രം ശശികല ഗവർണർക്ക് നൽകിയിരുന്നു. നിയമസഭാ കക്ഷി നേതാവായി ശശികലയെ തെരഞ്ഞെടുത്തു എന്നാണ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഈ ഒരു കാര്യം ജനാധിപത്യ നിയമം അനുസരിച്ച് അപ്രസക്തമാകുന്നതിനാൽ ശശികലയ്ക്ക് പകരം
ഈ മുൻപ് സൂചിപ്പിച്ചതുപോലെ 3 നേതാക്കളിൽ ആരെയെങ്കിലും കൊണ്ടുവന്ന് ആ ഒരു നിർദ്ദേശം ഈ ശശികല വിഭാഗത്തിന് ഗവർണർ മുമ്പാകെ സമർപ്പിക്കാം. ഇതിനുശേഷം ഈ നേതാക്കളിൽ ആരെയെങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർക്ക് ക്ഷണിക്കാനാകും. പക്ഷേ അത്തരമൊരു നീക്കത്തിലേക്ക് ഗവർണർ കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതല്ലെങ്കിൽ പനീർസെൽവത്തിനോ മറ്റാർക്കുമോ ഭൂരിപക്ഷം ഇല്ല എന്ന് ഗവർണർക്ക് വ്യക്തമായാൽ സഭ പിരിച്ചുവിടാനുള്ള അധികാരവും മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് വിരൽ ചൂണ്ടാനും ഗവർണർക്ക് സാധിക്കും. ഇത്തരമൊരു നീക്കത്തിലേക്കും DMK കടക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം 89 DMK MLA-മാരും പനീർസെൽവത്തെ പിന്തുണയ്ക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നത് പോലും ശശികലയ്ക്കെതിരായ ഒരു അനുഭാവം തങ്ങൾക്ക് അനുകൂലമാകട്ടെ, DMK-ക്ക് അനുകൂലമാകട്ടെ എന്നൊരു വിലയിരുത്തലായിരുന്നു ഇത്തരമൊരു നിർദ്ദേശം സ്റ്റാലിൻ പാർട്ടി യോഗത്തിലും മുന്നോട്ട് വച്ചത്. ഇപ്പോൾ പനീർസെൽവത്തിന് മാത്രം അനുകൂലമായി കളം ഒരുങ്ങിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അധികാരം തങ്ങൾക്ക് മാത്രമാക്കാൻ ഒരുപക്ഷെ ഈ നിയമസഭ പ്രത്യേകമായി വിളിക്കുമ്പോൾ ഈ പിന്തുണച്ച് 89 DMK MLA-മാരും പനീർസെൽവത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാകുമോ എന്നത് അറിയേണ്ടതാണ്. അങ്ങനെ ഒരു പിന്തുണയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായും സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പനീർസെൽവത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ സഭ പിരിച്ചുവിടുകയും മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം കളമൊരുങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാരും ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിലെ അടുത്ത വൃത്തങ്ങളും നൽകുന്ന സൂചനകൾ. ഇത്തരമുള്ള നിയമോപദേശവും നിർദ്ദേശവുമായിരുന്നു ഗവർണർക്ക് ലഭിക്കുകയും ചെയ്തത്. ഈ സുപ്രീം കോടതി വിധി വരട്ടെ, ഇതിനുശേഷം ഇക്കാര്യത്തിലൊരു സർക്കാർ രൂപീകരണത്തിന് ക്ഷണം നൽകുക എന്ന നിർദ്ദേശമാണ് അറ്റോർണി ജനറലും അതോടൊപ്പം സോളിസിറ്റർ ജനറലും ഒക്കെ നൽകിയിരുന്നത്. അത്തരമുള്ള നീക്കങ്ങളിലേക്ക് ഗവർണർ കടക്കുമ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി കേന്ദ്ര സർക്കാരും ഇതോടൊപ്പം BJP-യും ഇതിന് പ്രാദേശിക BJP നേതാക്കളും DMK-യും ലക്ഷ്യം വയ്ക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. 22 MLA-മാർ ഇപ്പോൾ പനീർസെൽവത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കൾ, പാർട്ടി വക്താവായിരുന്ന പൊന്നയ്യൻ, അതോടൊപ്പം മുൻ മന്ത്രി പാണ്ഡ്യരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി പനീർസെൽവം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ 22 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചു എന്നാണ് പനീർസെൽവം അറിയിച്ചിരിക്കുന്നത്. 18 MLA-മാരെ പുതിയ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരം. തീർച്ചയായിട്ടും എടപ്പാളി പളനിസ്വാമി നേരത്തെ തന്നെ പരിഗണനയിൽ ഉണ്ടായിരുന്ന പേരാണ്. 2 പേരുകളാണ് പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് KA സെങ്കോട്ടയ്യൻ, അല്ലെങ്കിൽ എടപ്പാളി പളനിസ്വാമി. ശശികലയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളിൽ ഒരാളാണ് എടപ്പാളി പളനിസ്വാമി. ഈ അടുത്ത അനുയായിയെ തന്നെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പിന്നീട് ഒരു സർക്കാർ രൂപീകരണത്തിന് ഗവർണറോട് അഭ്യർത്ഥിക്കുക എന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനി എടപ്പാളി പളനിസ്വാമിയെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ഒപ്പടങ്ങിയ സമ്മതപത്രവും മറ്റും ഗവർണർ മുമ്പാകെ സമർപ്പിക്കാനുള്ളൊരു മാർഗമാണ് ഇപ്പോൾ ശശികല വിഭാഗത്തിന് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. ജയിലിലേക്ക് പോകുമ്പോഴും ഈ ജയിലിലിരുന്ന് പോലും ഭരണം നിയന്ത്രിക്കാനുള്ള നേരത്തെ ജയിലെഴുതിയ പനീർസെൽവത്തെ മുൻനിർത്തി കളിച്ച ഒരു രാഷ്ട്രീയ നീക്കം ഇപ്പോൾ പനീർസെൽവം മാധ്യമങ്ങളെ കാണുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശശികലയ്ക്കെതിരായ വിധി വന്നതിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. തമിഴ്നാട് വിധി വന്നതോടുകൂടി തമിഴ്നാട് രക്ഷപ്പെട്ടു എന്നാണ് പനീർസെൽവം ആദ്യം പ്രതികരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം. Thank you.
மரியாதைக்கும் உரிய மரியாதைக்குரிய அண்ணன் ஓபிஎஸ் அவர்கள் தொடர்ந்து இந்நாட்டை ஆளுகையிலிருந்து புரட்சித் தலைவி அம்மாவுடைய ஆன்மாவுக்கு தொடர்கிறது. எனவே மரியாதைக்கும் போற்றலுக்கும் உரிய மாண்புமிகு முதலமைச்சர் அவர்கள் இந்த நாட்டு மக்களுக்கும் அனைத்து இந்திய அண்ணா திராவிட முன்னேற்றக் கழக தொண்டர்களுக்கும் நிர்வாகிகளுக்கும் சட்டமன்ற உறுப்பினர்களுக்கும் அமைச்சர் பெருமக்களுக்கும் வேண்டுகோளையும் வரவேற்பையும் மாண்புமிகு முதலமைச்சர் மரியாதைக்கும் போற்றலுக்கும் அண்ணன் புரட்சி தலைவி அம்மா அவருடைய ஆன்மா இன்னும் உயிரோடு தான் இருக்கிறது. அம்மாவுடைய ஆன்மா நமது நாட்டையும் நமது நாட்டு மக்களையும் உறுதியாக காப்பாற்றி நல்வழிப்படுத்தும் என்பதை இங்கு வருகை புரிந்திருக்கின்ற அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தின் சார்ந்த அனைத்து கழகத்தினுடைய மூத்த முன்னோடிகளுக்கும் பொதுமக்களுக்கும் கழக உடன்பிறப்புகளுக்கும் மாண்புமிகு அம்மா அவர்கள் மீது மாறாத பாசமும் பற்றும் வைத்திருக்கின்ற அனைத்து பொறுப்பாளர்களுக்கும் பொதுமக்களுக்கும் என்னுடைய பணிவான நன்றி கலந்த வணக்கத்தினை இந்த நல்ல நேரத்திலே தெரிவித்துக் கொள்ள கடமைப்பட்டிருக்கின்றேன். மாண்புமிகு அம்மாவுடைய நல்லாட்சிதான் இப்பொழுதும் நடைபெற்றுக் கொண்டிருக்கிறது. தொடர்ந்து மாண்புமிகு இதயம் டாக்டர் புரட்சி தலைவி அம்மாவுடைய நல்லாட்சிதான் நடைபெறும். மாண்புமிகு அம்மாவுடைய கொள்கைகளை கோட்பாடுகளை மாண்புமிகு அம்மா அவர்கள் கொள்கைகளை கோட்பாடுகளை உறுதியாக மாண்புமிகு அம்மாவுடைய வழியில் செயலுடன் நம்முடைய அரசு உறுதியாக செயல்படுத்தும் என்பதனை நான் இந்த நல்ல நேரத்திலே தெரிவித்துக் கொள்ள கடமைப்பட்டிருக்கின்றேன். முழுவதுமாக அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்துடைய மாண்புமிகு சட்டமன்ற உறுப்பினர்களுடைய பெரும்பான்மை ஆதரவுடன் மாண்புமிகு அம்மாவுடைய நல்லாட்சி இப்பொழுது நடைபெற்றுக் கொண்டிருக்கின்ற நல்லாட்சி தொடரும் தொடரும் தொடரும். ஆகவே மாண்புமிகு அம்மா அவர்கள் நல்லாட்சி நடைபெற்றுக் கொண்டிருக்கிற தமிழகத்தில் அமைதியை நிலைநாட்டுவது நமது மிகப்பெரிய கடமையாகும். இருக்கின்ற சூழ்நிலையை நாம் பொறுமையோடு பார்த்து நம்முடைய நோக்கம் மாண்புமிகு அம்மாவுடைய நல்லாட்சியை தொடர்ந்து எந்தவித இடையூறும் இல்லாமல் சட்டம் ஒழுங்கை காப்பாற்றுகின்ற வகையில் நம்முடைய செயல்பாடுகள் இருக்க வேண்டும் என்று இந்த நல்ல நேரத்திலே தெரிவித்துக் கொண்டு கடந்த ஒரு வார காலமாக அனைத்து நிலைகளிலும் இருக்கு பல ஊர்களில் இருந்து பொதுமக்களும் கழகத்தினுடைய கண்மணிகளும் இங்கு வந்து உங்களுடைய நல்லாதரவை தந்தீர்கள். நல்லாதரவை தந்த அனைத்து பெருமக்களுக்கும் பொதுமக்களுக்கும் தாய்மார்களுக்கும் சகோதரிகளுக்கும் இளைஞர்களுக்கும் மாணவர்களுக்கும் என்னுடைய பணிவான நன்றியை உங்களுடைய பாதங்களில் வைத்து தலைவணங்குகிறேன். அமைதி காக்கவும் அமைதி காக்கவும் அமைதி காக்கவும் என்று சொல்லி உறுதியாக நம்முடைய தலைமையில் ஆட்சி தொடரும் 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 என்று தெரிவித்துக் கொள்கிறேன். யாருடைய ஆதரவும் இல்லாமல் மாற்று கட்சி எதிர்கட்சி என்ற யாருடைய ஆதரவு இல்லாமல் முழுக்க முழுக்க மாண்புமிகு அம்மாவுடைய நல்லாட்சி தொடர்வதற்குத்தான் தமிழகத்துடைய மக்கள் இரண்டாம் முறையாக மாண்புமிகு அம்மாவுடைய ஆட்சியை அமைத்தினார்கள். அதற்கு பின்னால் நடைபெற்ற நிகழ்வுகள்லாம் உங்களுக்கு நன்றாகவே தெரியும். இப்பொழுது மாண்புமிகு அம்மாவுடைய ஆன்மா உயிரோடு இருந்து நம்மை வழிநடத்தி கொண்டிருக்கிறது என்பது சற்று நேரத்திற்கு முன்பாக வந்த தீர்ப்பின் மூலம் உறுதியாக இருக்கிறது. ஆகவே அனைவரும் பொறுப்பையோடு இருக்க வேண்டும் என்றும் அமைதியாக இருக்க வேண்டும் என்று என்னுடைய அன்பான வேண்டுகோளை ஏற்றுக்கொள்ள வேண்டும் என்று நான் பணிவோடு வேண்டி கேட்டுக்கொள்கின்றேன். நன்றி, வணக்கம்.
പനീർശെൽവം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ജയലളിത നയിച്ച വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്, ഇനിയും ആ വഴിയിലൂടെ തന്നെയാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നതുമെന്നുമാണ് പനീർശെൽവം മാധ്യമങ്ങളോടായി പറഞ്ഞത്. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നതിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ്. ഒപ്പം തന്നെ കുവത്തൂർ റിസോർട്ട് കേന്ദ്രീകരിച്ച് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. പനീർശെൽവത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ. ഒപ്പം തന്നെ എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം SB മധു, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ബാസുരേന്ദ്ര ബാബു, ദേവദാസ് തുടങ്ങിയവരും തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നു. ആദ്യം ബാസുരേന്ദ്ര ബാബുവിലേക്ക് തന്നെ പോവുകയാണ്. ഈ വിധി വന്നെങ്കിൽ പോലും ഇപ്പോഴും തമിഴകത്തിന്റെ ഒരു സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അനിശ്ചിതത്വം നീങ്ങിയെന്ന് പറയാനായിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പോഴും പനീർശെൽവത്തിന് ഒരു ഭൂരിപക്ഷം തെളിയിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ചാണെങ്കിൽ സോമി, ഈ പനീർശെൽവത്തെ പാർട്ടിയിൽ നിന്ന് AIDMK നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം അദ്ദേഹം പ്രദാനം ചെയ്യുന്ന വിഭാഗത്തെ AIDMK എന്ന് വിളിക്കാനാവില്ല. ഒപ്പം തന്നെ പനീർശെൽവം അദ്ദേഹത്തിന് ഈ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം വേണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുകയുമാണ്. സ്വാഭാവികഗതിയിൽ പനീർശെൽവം തന്നെയാണ് ക്ഷണിക്കപ്പെടാനിടയുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു ഫ്ലോർ ടെസ്റ്റിലൂടെ പനീർശെൽവം അധികാരത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ AIDMKയിൽ തന്നെയുള്ള ഭൂരിപക്ഷം MLA മാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ പനീർശെൽവത്തിൻ്റെ പക്ഷത്തേക്ക് പൂർണ്ണമായും പോവുകയുള്ളൂ. അപ്പോൾ മാത്രമേ പനീർശെൽവത്തെ AIDMKയുടെ യഥാർത്ഥ പ്രതിനിധി എന്ന നിലയ്ക്ക് കാണാനും കഴിയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ലാത്തത് കൊണ്ട് ആരാണ് AIDMKയിൽ ഇപ്പോഴും ആധിപത്യം ചെലുത്തുന്നത് എന്ന് പറഞ്ഞുകൂടാ. സാധ്യതകൾ കൂടുതൽ ഇപ്പോൾ പനീർശെൽവത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതല്ലാതെ അദ്ദേഹത്തിന് പൂർണ്ണമായും അധികാരം AIDMKയിൽ സ്ഥാപിക്കാൻ ആയിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ വരുമ്പോൾ AIDMK എന്ന പാർട്ടി ഒരു നാഥനില്ലാ കളരിയായി മാറുമോ, അതോ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഒരുപക്ഷെ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരാൻ ശശികലയുടെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് കഴിയുമോ എന്നതൊക്കെ നോക്കിയിരുന്ന് കാണാം. പക്ഷേ ഒരു കാര്യം കൃത്യമാണ്, ഇത് ഏറ്റവും മാരകമായ പ്രഹരമായി മാറുന്നത് AIDMK എന്ന പാർട്ടിക്ക് തന്നെയാണ്. ആ പാർട്ടിക്ക് ഈ അവസ്ഥ സൃഷ്ടിക്കുന്ന പ്രഹരം എത്ര ശക്തമാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിലും പഴയ ഒരു സ്റ്റേച്ചറിലേക്ക്, ജയലളിത ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഒരു സ്റ്റേച്ചറിലേക്ക് ആ പാർട്ടിക്ക് പെട്ടെന്ന് വരാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു നേതൃപ്രഭാവം പെട്ടെന്ന് അവർക്ക് പുനർസൃഷ്ടിക്കാനും ആവില്ല എന്ന് വേണം കരുതാൻ. ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ടെന്ന അവകാശവാദവുമായി എടപ്പാടി പളനിസ്വാമി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്തകൾ. SB മധുവിലേക്ക് കൂടി പോയാൽ ഈ ഘട്ടത്തിലാണ് DMKയുടെ ഒരു നിലപാട് എത്രത്തോളം നിർണായകമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാകുന്നു. DMKയെ സംബന്ധിച്ചിടത്തോളം DMKയുടെ തീരുമാനങ്ങൾ അസന്നിഗ്ധമായിട്ട് തന്നെ പാർട്ടിയുടെ ഓർഗനൈസിംഗ് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ദളപതി MK സ്റ്റാലിൻ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് 1-2 പ്രാവശ്യം പറഞ്ഞു DMKയ്ക്ക് തമിഴ്നാട്ടിൽ ജനാധിപത്യം പുലരണം. അതിനപ്പുറം DMKയ്ക്ക് ഈ തമിഴ്നാട് AIDMKയുടെ ഭരണകാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ യാതൊരു താല്പര്യവുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇതിനു വേണ്ടിയിട്ട് DMKയുടെ കേന്ദ്ര കമ്മിറ്റി നേതാക്കളുടെ യോഗം ചെന്നൈയിൽ കൂടി. അതിനുശേഷം ശ്രീ സ്റ്റാലിൻ അസന്നിഗ്ധമായിട്ട് വീണ്ടും പറഞ്ഞു സാഹചര്യം ഒത്ത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനം, ഉചിതമായ തീരുമാനം സഭയിലെടുക്കും. അടിയന്തരമായി സഭ വിളിച്ചു ചേർക്കാനുള്ള ഗവർണറുടെ നടപടി ഉണ്ടാകണമെന്ന് ഇന്നലെ ആവശ്യപ്പെട്ടു. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഇനിയിപ്പോൾ DMK പിന്തുണച്ച് പനീർശെൽവം അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ പഴയ ഒരു തമിഴ്നാട് തിരിച്ചുവെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ജയലളിത മറഞ്ഞു, കരുണാനിധി ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയമെന്ന ഒരു സ്ഥിതിയിൽ നിന്ന് തമിഴ്നാട് മാറുന്നു. ഏതു പാർട്ടിക്കും വേരോട്ടമുള്ള ഒരു മണ്ണ് ആവുകയാണോ തമിഴ്നാട്? അങ്ങനെയൊക്കെ ചിന്തിക്കാനാവുമോ ഈ ഒരു ഘട്ടത്തിൽ? അല്ല, പനീർശെൽവം മെയ്വഴക്കവും കുശാഗ്രബുദ്ധിയുമുള്ളൊരു നേതാവ് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് എഴുതിത്തള്ളാനൊന്നും ആവില്ല. AIDMKയ്ക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു നേതാവിനെ കൊണ്ടുവന്ന് പളനിസ്വാമിയുടെയൊക്കെ ഒരു സ്റ്റേച്ചർ എന്താണെന്ന് എനിക്കറിയില്ല, മധുവിന് അത് കൂടുതൽ അറിയാൻ കഴിയുമായിരിക്കും. ഏതായാലും പെട്ടെന്നൊരു നേതാവിനെ കൊണ്ടുവന്ന് ഈ ഗ്യാപ്പൊന്നും ഫില്ല് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ AIDMKയുടെ ഭാവി പന്നീർശെൽവവുമായി ബന്ധപ്പെട്ടാണ് കുറേ നാളത്തേക്കെങ്കിലും നിൽക്കാൻ പോകുന്നത്. അത് ഒരു ഫ്ലോർ ടെസ്റ്റിലൂടെ പന്നീർശെൽവം മുഖ്യമന്ത്രിയാകട്ടെ എന്ന് തീരുമാനിക്കാനുള്ള സാധ്യത തന്നെയായിരിക്കും ഒരുപക്ഷെ DMKയും ആരായുന്നത്. പിൽക്കാലത്ത് രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുമ്പം ഒരുപക്ഷെ DMKയ്ക്ക് ഇത് ഒരു നേട്ടമായി മാറ്റി എടുക്കാൻ കഴിഞ്ഞെന്ന് വരും. എങ്കിൽ പോലും DMKയ്ക്കോ AIDMKയ്ക്കോ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കക്ഷികൾക്കല്ലാതെ മറ്റേതെങ്കിലും കക്ഷിക്ക് ഗൗരവതരമായ മുന്നേറ്റം, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും ഉണ്ടാക്കാൻ ഈ സാഹചര്യം മുഖാന്തരം കഴിയും എന്ന് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ഈ എടപ്പാടി പളനിസ്വാമിയെന്ന് ഒരിക്കലും ജയലളിത ഒരു രണ്ടാം സ്ഥാനത്തേക്ക് ഒരു നേതാവായിട്ട് ഒരിക്കലും ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. അതിനൊരു പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരിക്കൽ ആവർത്തിച്ചാണ്. ജയലളിതയ്ക്ക് എപ്പോഴെല്ലാം മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു അപ്പോഴെല്ലാം പറയാതെ പറഞ്ഞുകൊണ്ട് 2 തവണ പന്നീർശെൽവത്തിനെ മുഖ്യമന്ത്രിയാക്കിയ ഒരു പാരമ്പര്യം തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടപ്പാടി പളനിസ്വാമിയുടെ സാഹചര്യമൊന്നും എടപ്പാടി പളനിസ്വാമിയെ ഒരിക്കലും ജയലളിത അടുപ്പിച്ചിരുന്നില്ല. മന്നാർഗുഡി മാഫിയയുടെ സ്വന്തം ആളാണെന്ന് ജയലളിത പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാണ്. അദ്ദേഹത്തിനെ പാർട്ടിയിലുള്ള എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നത്. ജയലളിതയുടെ മരണത്തിന് ശേഷമാണ് ഈ മന്നാർഗുഡി എന്നുള്ള ആൾക്കാരെല്ലാം വരിവരിയായിട്ട് പോലീസ് ഗാർഡനിൽ കയറി ഇന്നിപ്പോൾ അവിടെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു മാഫിയ താവളമായി മാറിയിരിക്കുകയാണ്. അതിൽ മനംനൊന്താണ് ഇപ്പോൾ ഈ പന്നീർശെൽവം അവിടെ ഇവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എടപ്പാടിക്കൊന്നും അത്രത്തോളം ആ രാഷ്ട്രീയത്തിൽ കടന്നു വന്ന ഒരു മുതലെടുപ്പ് നടത്താനുള്ള ഒരു ശേഷി കുറവുണ്ട്. പണമുണ്ട്, കള്ളപ്പണം കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അത് ആ രാഷ്ട്രീയ ജനങ്ങളെ കയ്യിൽ എടുക്കാനുള്ള ഒരു പബ്ലിക്കിനെ മൊബിലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ആർക്കുമില്ല. അത് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ പന്നീർശെൽവത്തിന് മാത്രമേ ഉള്ളെന്നുള്ളതാണ് DMKയുടെ കണക്കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് എടപ്പാടി പളനിസ്വാമിയെ പിന്തുണയ്ക്കാനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ടാകും? പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജയലളിത ഒരിക്കലും മാറി നിൽക്കേണ്ട സമയത്ത് ഒന്നും ഉയർത്തിക്കാട്ടിയ ഒരു മുഖമായിരുന്നില്ല അദ്ദേഹം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ AIDMK MLA-മാരുടെ ഒരു പിന്തുണ എത്രത്തോളം സ്വന്തമാക്കാൻ കഴിയും അദ്ദേഹത്തിന്? അല്ല, ഇനി അവരുടെ ക്യാമ്പിൽ അതിൻ്റെ ആ ക്യാമ്പിൻ്റെ ഒരു സൈന്യാധിപനായിരുന്നു ശശികല, VK ശശികല. VK ശശികലയെ നഷ്ടപ്പെട്ടതോടുകൂടി അത് 4 പാടും ചിതറാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണാൻ. ഞാൻ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നിരീക്ഷണം മാത്രമാണ് പറയുന്നത്. മറ്റ് അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ആ ക്യാമ്പ് ചിതറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഞാൻ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അധികാരം എവിടെയാണോ ശക്തി അവിടെ ആൾക്കാർ പോവും. ജനങ്ങൾ എവിടെയാണെന്ന് നോക്കും. ഇന്നിപ്പോൾ ഈ MLA-മാർ പുറത്ത് വിടുന്നതോടുകൂടി ഇവരെല്ലാം ഒരു പരമാവധി പേര് പന്നീർശെൽവത്തിൻ്റെ ക്യാമ്പിലോട്ടെത്തും. അവർക്ക് പറ്റിയ തെറ്റ് മാപ്പ് പറഞ്ഞ് അവിടെ മാപ്പ് പറച്ചിലും തിരിച്ചു കയറ്റലും AIDMKയിൽ സർവ്വസാധാരണമാണ്. അതുകൊണ്ടാണ് ജയലളിതയ്ക്കെതിരെ ഒരുപാട് കരിനീക്കങ്ങൾ നടത്തിയ ശശികല സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോലും ജയലളിതയ്ക്ക് എഴുതി കൊടുത്തു, ഞാൻ എൻ്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിക്കുകയാണ്, നടരാജനാണ് അഴിമതി സൃഷ്ടിക്കുന്നത്, മാഫിയ സൃഷ്ടിക്കുന്നത് അദ്ദേഹമാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം പോലും ഉപേക്ഷിച്ച് എന്നെ പോലീസ് ഗാർഡനിൽ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് മാപ്പപേക്ഷ കൊടുത്തതാണ് ഈ AIDMK ശശികല. അപ്പോൾ ഈ മാപ്പപേക്ഷിക്കലും തിരിച്ചു വരവലും ഒക്കെ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് AIDMKയിൽ അതൊരു പുത്തരിയായിട്ടുള്ള കാര്യമല്ല. അതിൽ ഈ പോയ MLA-മാർ പലരും പന്നീർശെൽവത്തിൻ്റെ കൂടെ വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന നിഗമനം. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ തന്നെ ജാതി നേതാക്കൾ പലരും ഇടപെട്ട് കഴിഞ്ഞു. പന്നീർശെൽവം നമ്മുടെ തേവർ സമുദായക്കാരനാണ്. തേവർ സമുദായത്തിൻ്റെ പ്രബലരായ നേതാക്കളെല്ലാം ഈ MLA-മാരെ മാറി നിൽക്കുന്ന MLA-മാരുടെ പലരുടെയും വീട്ടിൽ ചെന്ന് സംസാരിച്ചു. അവർ തിരിച്ചു വരണം, പന്നീർശെൽവമാണ് സമുദായത്തിന് സീറ്റ് വാങ്ങി തന്നത്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം. അതുപോലെ മറ്റ് സമുദായത്തിലുള്ള ആൾക്കാരും അവരവരുടെ ആൾക്കാരെ ഇടപെട്ട് പന്നീർശെൽവം ക്യാമ്പിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നു. MP-മാർ ഇറങ്ങി അവരവരുടെ മണ്ഡലങ്ങളിലുള്ള MLA-മാരുടെ വീടുകളിൽ ചെന്ന് സംസാരിക്കുന്നു, ഭാര്യമാരെ കാണുന്നു, ബന്ധുക്കളെ കാണുന്നു. നിങ്ങൾ ഒളിച്ചു നിൽക്കാതെ അദ്ദേഹത്തിനെ പുറത്തു വരാൻ പറയണം, വന്ന് പന്നീർശെൽവത്തിൻ്റെ കൂടെ. ഇങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ തമിഴ്നാട്ടിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുന്നിൽ കാണുന്ന ഒരു വിഗ്രഹം പന്നീർശെൽവമാണ്. അന്നന്ന് കാണുന്ന ദൈവങ്ങളെ വാഴ്ത്തുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് AIDMKയിലുള്ളത്. അതുകൊണ്ടാണ് ജയലളിത ഒരു വിഗ്രഹമായിട്ട് തമിഴ്നാട്ടിൽ മാറിയത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇനിയിപ്പോൾ പന്നീർശെൽവത്തെ തമിഴ്നാട്ടിലെ ചെറു പാർട്ടികളുടെ നിലപാട് എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അവർ തുറന്ന ഒരു കാര്യം പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല. കോൺഗ്രസ് ആണെങ്കിൽ തന്നെ ശശികലയുമായിട്ട് അടുക്കേണ്ടതില്ല എന്നൊരു തരത്തിലായിരുന്നു നേരത്തെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ചെറു പാർട്ടികളുടെ ഒരു സമീപനം എത്രത്തോളം നിർണായകമാകും, പ്രത്യേകിച്ച് പന്നീർശെൽവത്തിന്? ചെറുപാർട്ടികളെ പൊതുവെ പരിശോധിച്ചാൽ അത് സോമി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ് ചെറു പാർട്ടികൾക്കും
അവർ എൻ്റർടൈൻ ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ പൊതുപരിസരം ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ്. അല്ലാതെ അതിൽ നിന്നപ്പുറത്തേക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാട് ചെറുപാർട്ടികളും വെച്ച് പുലർത്താറില്ല. അങ്ങനെ വരുമ്പം അവരുടെ ആ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ചില ആൾക്കാരുമായി കൈകോർക്കും. അത് BJP ആയിട്ട് പോലും കൈകോർത്തുന്നു വരും. അതിനപ്പുറം ദ്രാവിഡ രാഷ്ട്രീയം വിട്ടൊരു കളി അവർക്കില്ലാത്തത് കൊണ്ട് പന്നീർശെൽവത്തിനും അതുമാതിരി സ്റ്റാലിനും ഇടയ്ക്കുള്ള ഓപ്ഷൻസ് മാത്രമേ ചെറിയ പാർട്ടികൾക്കുള്ളൂ. അതിലപ്പുറം ഒരു ഓപ്ഷനുള്ള സാധ്യത തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇന്നില്ല. അതുകൊണ്ട് അവരേതു പക്ഷം ചേരുന്നു എന്നത് അധികാരവുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മുൻപ് AIDMK ആയിട്ട് ബന്ധപ്പെടാൻ സാധ്യതയില്ലാതിരുന്ന ആളുകൾ ഇപ്പോൾ ഒരുപക്ഷെ പന്നീർശെൽവം വന്നിരിക്കുന്നത് കൊണ്ട് AIADMKയുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ശശികലയുടെ സാന്നിധ്യം മറ്റ് പല DK പാർട്ടികളെ അകറ്റി നിർത്തിയിരുന്നു AIDMKയിൽ നിന്ന്. അത് ഒരുപക്ഷെ ഒഴിവായിക്കൂടുന്നില്ല എന്നു മാത്രമല്ല, കുറേ കൂടി വ്യത്യസ്തമായി പന്നീർശെൽവവുമായി അവർ സഹകരിച്ചു കൂടായികയുമില്ല. ഇനിയിപ്പോൾ പന്നീർശെൽവം സഭയിൽ വിശ്വാസ്യത നേടിയെന്ന് വിചാരിക്കുക. അങ്ങനെ വിശ്വാസ്യത നേടുന്ന ഒരു സാഹചര്യം വന്നാൽ DMKയ്ക്കും വലിയ ഭീഷണിയായി തന്നെയായിരിക്കും പന്നീർശെൽവം വളരാൻ പോകുന്നത്. അത്തരമൊരു സാഹചര്യം DMKയും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഒരു 4 വർഷത്തേക്ക് സ്റ്റേബിളായ ഒരു ഗവൺമെൻറ് പന്നീർശെൽവത്തിന് നയിക്കാൻ കഴിഞ്ഞാൽ AIDMK കുറേ കൂടി സ്ട്രോങ് ആയ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിത്തീർന്നുകൂടായികയില്ല. അത് DMKയുടെ താല്പര്യങ്ങൾക്ക് ഗുണകരമായിരിക്കുകയില്ല. അതുകൊണ്ട് DMK തൽക്കാലം ഈ പന്നീർശെൽവത്തെ പിന്തുണയ്ക്കുകയും പിന്നെ ആദ്യം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യും എന്ന് തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതല്ല എങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ DMKയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ കൂടുതൽ വിജയസാധ്യത അവർ കണ്ടുകൂടായികയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള പൊതുവായ ആശയക്കുഴപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാനും സ്റ്റാലിൻ ആലോചിച്ചുകൂടായികയില്ല. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ഏതായാലും 2-3 ദിവസത്തെ ഫ്ലോർ ടെസ്റ്റിലേക്ക് പോകുന്നതൂടെ നമുക്ക് വ്യക്തമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാനാവുക. ദേവദാസ് കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ദേവദാസ്, ഇപ്പോൾ DMKയുടെ തീരുമാനമാണ് ഇവിടെ പന്നീർശെൽവത്തെ സംബന്ധിച്ച് നിർണായകമായിരിക്കുന്ന ഒരു ഘടകം. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പോഴും കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാവുന്ന ഒരു സ്ഥിതി പന്നീർശെൽവം പക്ഷത്തിന് ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെയൊക്കെ താങ്കൾ വിലയിരുത്തുക? സോമേ, എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ലീഗൽ ആസ്പെക്റ്റ് ഒരു കമ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് മറ്റൊരു കമ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ വൈകാരിക ഈ ജനങ്ങളെ ഇത് വേറൊരു കമ്പാർട്ട്മെൻറ്റിന് ഡെമോക്രസിയാണ്, ഭരണഘടനയാണ്. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ ഒന്നേ ഉള്ളൂ. എന്തെന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിസോർട്ടിന് ശശികലേൻ്റെ ടീം ഒരു തീരുമാനം എടുക്കുന്നു, പളനിസ്വാമിനെ ആക്കിന്. പളനിസ്വാമി കറുത്തയോ വെളുത്തയോ എന്നൊന്നും നോക്കണ്ട, അയാൾക്ക് ഭൂരിപക്ഷം MLA-മാരെ പിന്തുണയുണ്ടെങ്കിൽ ഫ്ലോർ ടെസ്റ്റ് ഉടനടി വിളിച്ച് അത് നടപടിയെടുത്താൽ പളനിസ്വാമി മുഖ്യമന്ത്രിയാവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ പനീർശെൽവം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ, പനീർശെൽവത്തിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ മാറ്റിയെന്ന് ഇനി ഇവർ പറയുമെന്ന് അറിയില്ല. അതാണ് 163(2) പറയുന്നത്. അതിന് പ്രസക്തിയില്ല. ആ പ്രസക്തി ഉണ്ടെങ്കിൽ മാത്രമേ പനീർശെൽവത്തിനെ വിളിക്കാനുള്ള സാധ്യതയുള്ളൂ. അത് വിളിച്ചെങ്കിൽ, എന്നിട്ട് DMK സപ്പോർട്ട് ചെയ്തെങ്കിൽ, ഭൂരിപക്ഷം ഇല്ലാത്ത ഒരാളെ വിളിച്ച് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിച്ചാൽ അപ്പം നമുക്ക് തെളിയും ഗവർണർ, BJP, DMK എല്ലാം കൂടി ഒരു ഈ IPL ഫിക്സിങ് കളിച്ചിട്ട് കൈക്കൂലി വാങ്ങി തന്നെ ഈ മാരൻ ബ്രദേഴ്സിൻ്റെ എല്ലാം സൺറൈസേഴ്സ് പോലെ. അതേപോലെ ഈ ഒരു ഒത്തുകളി രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത് എന്ന് വ്യക്തമാകും. ഈ ജയലളിതയുടെ മരണവും ഒന്നും ഉണ്ടാവില്ല, അതെല്ലാം മൂടി വെക്കും. ഭരണം കിട്ടുക ഈ പപ്പറ്റ് ഷോ എന്ന് പറയും. പാവക്കളിയാണ് ഇപ്പം നടക്കുന്നത്. അത് പളനിസ്വാമി ആവാം, പനീർശെൽവമാവാം, ശശികലയാവാം, അല്ലെ ജയിലിൽ നിന്ന് ക്രിമിനൽസ് നിയന്ത്രിക്കുന്ന പോലെ നമ്മളെ നിയന്ത്രിക്കും. അതുകൊണ്ട് ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 163(2) സ്റ്റാൻഡ് ചെയ്യില്ല ഇതുവരെ. ഈ ഗവർണർ ചില സമയം ഇന്ന് വൈകുന്നേരം വീണ്ടും തെറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നീട്ടിവെച്ചിട്ട് ഇതേപോലത്തെ ഒരാഴ്ച തമിഴ്നാട്ടിൽ കത്തട്ടെ, അല്ലേ കുഴപ്പമാവട്ടെ എന്ന് വിചാരിച്ച് കലക്ക് വെള്ളത്തിൽ മീന് പിടിക്കാൻ വീണ്ടും BJP നോക്കുമോ, എന്നിട്ട് 356 ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചാൻസ് നോക്കും. പക്ഷെ 356 പ്രസക്തിയില്ല. ഇവിടെ AIADMKക്കാണ് വോട്ട് ചെയ്തത് ജനങ്ങൾ, അല്ലേ ജയലളിത മാത്രമല്ല AIADMK. അപ്പോൾ അവരല്ല ആരാണ് ഭൂരിപക്ഷം, അവരിലെ ആളെ വിളിക്കുക.
അവരിലെ ആളെ മുഖ്യമന്ത്രിയാക്കുക, സ്റ്റേബിൾ ഗവൺമെൻറ് ആക്കുക. അതായ പണിയുള്ളൂ ഗവർണർക്ക് വേറെ ഇവരെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അവർ പൗഡർ ഇട്ടോ കറക്റ്റിയോ. ഏതായാലും ശശികല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയില്ല. ആരായിരിക്കും തമിഴ്നാടിനെ നയിക്കുക എന്നത് സംബന്ധിച്ച് ഇനിയുള്ള വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് ശശികലയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. 4 വർഷം തടവും 10 കോടി രൂപയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാവുന്നു. രാഷ്ട്രീയമായും ഏറെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഇനി തമിഴ് രാഷ്ട്രീയം കടന്നുപോകുന്നത്, ഒപ്പം ദേശീയ രാഷ്ട്രീയവും. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ SB മധു, ബാസുരേന്ദ്ര ബാബു, ദേവദാസ്, എല്ലാവർക്കും നന്ദി.